മാസ് ആക്ഷൻ സിനിമകളുടെ ആരാധകരുടെ മനം നിറക്കുന്ന തിയേറ്റർ അനുഭവമാണ് സലാർ. റിബൽ സ്റ്റാർ പ്രഭാസിൻ്റെ തിരിച്ചുവരവിനായി ആഗ്രഹിച്ച തെലുങ്ക് ആസ്വാദകരുടെ മനം നിറയ്ക്കുന്ന സിനിമ. അഭിനയത്തിൽ പ്രഭാസിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജ് നിറഞ്ഞു നിൽക്കുന്ന സിനിമ. അതിർത്തികൾ മാറ്റിവെച്ച് സിനിമാ ലോകത്തെ തൻ്റെ സാമ്രാജ്യം തീർക്കാനിറങ്ങിയ പൃഥ്വിരാജിൻ്റെ പ്രകടനത്തിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. പൃഥ്വി പ്രഭാസ് കെമിസ്ട്രി കൃത്യമായി വെള്ളിത്തിരയിൽ വർക്കാവുന്നുണ്ട് എന്നതുകൊണ്ട് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കാം. ലോജിക് 3 മടക്കി പോക്കറ്റിലിട്ട് തെലുങ്ക് കന്നഡ സിനിമകളുടെ കഥയും കഥാപശ്ചാത്തലവും ആക്ഷൻ ശൈലിയും കാണാൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് കാശ് മുതലാവുന്ന സിനിമയാണ് സലാർ. KGF ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പഞ്ച് ഡയലോഗുകളുടെ പൂരം, അടിമുടി തീപ്പൊരി പറക്കുന്ന സിനിമാറ്റോഗ്രാഫി, ഒന്നൊന്നര ഗ്രാഫിക്സ്, നെഞ്ചിടിപ്പേകുന്ന BGM, കരിമ്പിൻ കാട്ടിൽ ആനിറങ്ങിയതുപോലുള്ള പ്രഭാസിൻ്റെ ഇടിവെട്ട് ആക്ഷൻ വെള്ളിത്തിരയെ ചോരയിലും തീയിലും മുക്കിയെടുക്കുന്നു. 1000 വർഷമായി പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന കാൻസാർ എന്ന സാങ്കല്പിക നഗരത്തിലാണ് കഥ നടക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച ഇടം, കുറ്റകൃത്യങ്ങളിലൂടെ പണം കുമിഞ്ഞുകൂടിയ കാൻസാറിൻ്റെ അടക്കി വാഴുന്ന 3 ഗോത്രങ്ങൾ, അധികാരത്തിനായി അവരുടെ പോരാട്ടങ്ങൾക്കിടെ അടിച്ചമർത്തപ്പെട്ട ഒരു ഗോത്രം. ഇത്രയുമാണ് സലാറിൻ്റെ പശ്ചാത്തലം. 1985 മുതൽ 2017 വരെയുള്ള കഥയാണ് ചിത്രം പറയുന്നത്. സിനിമ കാണുമ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാവകാശം കിട്ടിയെന്ന് വരില്ല. തനിക്ക് അവകാശപ്പെട്ട സിംഹാസനം തൻ്റെ സ്നേഹിതന് നേടിയെടുക്കാൻ ആയുധം കയ്യിലേന്തി പോരിനിറങ്ങുന്ന ഉറ്റ സ്നേഹിതൻ, മകൻ്റെ കയ്യിലേക്ക് ആയുധം വരുന്നതിനെ ഭയക്കുന്ന ഒരമ്മ. ആ സ്നേഹത്തിനു വേണ്ടി 25 വർഷം നിശബ്ദനായിരുന്ന അവൻ തൻ്റെ ഉറ്റ സുഹൃത്തിനു വേണ്ടി ജന്മനാട്ടിലേക്ക് തിരികെ വരികയാണ്. ഞങ്ങളുടെ രക്തത്തിലുണ്ട് വയലൻസ് എന്ന് പ്രഖ്യാപിക്കുന്ന രാജമന്നാറാണ് ആ നഗരത്തിലെ അധിപൻ. അയാളുടെ രക്തത്തിൽ പിറന്ന വരദരാജമന്നാർ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയാണ്. തൻ്റെ സുഹൃത്തായ ദേവയുടെ കുടുംബം രക്ഷിക്കാൻ തനിക്ക് അവകാശപ്പെട്ട പ്രദേശത്തിൻ്റെ അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറായവനാണ് വരദൻ. എപ്പോൾ വിളിച്ചാലും സഹായത്തിന് വേട്ടക്കാരനായോ വേട്ടമൃഗമായോ താൻ തിരികെ വരുമെന്ന് വാക്കുകൊടുത്ത് നാടുവരികയാണ് ദേവയും അമ്മയും. ആ നാട്ടിലെ നിയമസംഹിത പ്രകാരം പരസ്പരം വെടിനിർത്തൽ പ്രഖ്യാപിച്ച 9 ദിവസം. ആ 9 ദിവസം വരദൻ്റെയും ദേവയുടെയും ജീവിതം എങ്ങനെ മാറിമറിഞ്ഞു എന്നാണ് സലാറിൻ്റെ 1ാം ഭാഗത്തിൽ പറയുന്നത്. കത്തിയെരിയുന്ന തീക്കനലിൻ്റെ ചുവപ്പിനേക്കാൾ കുത്തിയൊഴുകുന്ന ചോരയുടെ ചുവപ്പിനാണ് ഭംഗി എന്ന് വരദൻ ജയിലറയ്ക്കുള്ളിൽ വെച്ച് ദേവയോട് പറയുകയാണ്. കയ്യിലെ വിലങ്ങുകളൊക്കെ പൂ പോലെ വലിച്ചെറിഞ്ഞ് അവസാന അരമണിക്കൂർ പ്രഭാസിൻ്റെ അഴിഞ്ഞാട്ടമാണ്. തലകൾ തെറിക്കുന്നു, ശരീരങ്ങൾ ചിതറിത്തെറിക്കുന്ന വെള്ളിത്തിരയിൽ ചോര ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു. KGF പശ്ചാത്തലത്തിൽ തോക്കുമേന്തി ബാഹുബലി വന്നിറങ്ങിയാൽ എങ്ങനെയിരിക്കും? പ്രശാന്ത് നീലും പ്രഭാസും ഒന്നിക്കുമ്പോൾ ആരാധകരും ആക്ഷൻ സിനിമാ പ്രേമികളും കാണാൻ കാത്തിരിക്കുന്നത് എന്താണോ അതിനെ ഒരുപടി മുകളിൽ നിൽക്കുന്ന സിനിമയാണ് സലാർ. പക്ഷേ പ്രശാന്ത് നീലിൻ്റെ ആദ്യ സിനിമയായ KGF കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധയോടെയാണ്. ഓരോ കഥാപാത്രവും ആരാണെന്നും കഥയിൽ അയാളുടെ സ്ഥാനം എന്താണെന്നും വ്യക്തമായി വരച്ചിട്ട ശേഷമാണ് KGF കഥ മുന്നോട്ട് പോയത്. സലാറിൻ്റെ അത്ര വ്യക്തതയില്ലെന്ന് സംശയിക്കണം. 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയുടെ ആദ്യ പകുതിയിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് പ്രേക്ഷകന് മനസ്സിലാക്കിയെടുക്കാൻ ഏറെ സമയം വേണ്ടിവരുന്നുണ്ട്. അത് കൃത്യമാവുന്നത് 2ാം പകുതിയിലെ കഥ പറച്ചിൽ തുടങ്ങുമ്പോഴാണ്. ഒരുപക്ഷെ അത്രയേറെ സംഭവങ്ങൾ കൊത്തുനിറച്ചത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇതൊന്നും സലാറിൻ്റെ തിയേറ്റർ അനുഭവത്തിന് വെല്ലുവിളിയാകുന്നില്ല. ഒരു നിമിഷം പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പ്രേക്ഷകന് കഴിയാത്ത രീതിയിൽ പ്രശാന്ത് നീൽ സിനിമ ഒരുക്കിയിട്ടുണ്ട്. പുലിമുരുകനിൽ ഡാഡി ഗിരിജി എത്തുന്ന ജഗപതി ബാബുവും ബോബി സിംഹയും ടിനു ആനന്ദുമൊക്കെ അഭിനയത്തികവുമായി കത്തിക്കയറുന്നുണ്ട്. ബ്ലാക്കിലും ഭരചന്ദ്രനിലുമൊക്കെ നായികയെത്തിയ ശ്രിയ റെഡ്ഡിയും അതിശക്തമായ കഥാപാത്രവുമായി എത്തുന്നുണ്ട്. നായികയെത്തിയ ശ്രുതിഹാസനെ കഥ കേട്ടിരിക്കുന്നതിലപ്പുറം കാര്യമായൊന്നും ചെയ്യാനില്ല. ഭൂവന് ഗൗഡയുടെ ക്യാമറ ഓവർടൈം ജോലി ചെയ്തിട്ടുണ്ട്. വിജയ് ബസുവിൻ്റെ സംഗീതം കഥയ്ക്ക് പഞ്ചുണ്ടാക്കാൻ കാര്യമായ പിന്തുണ നൽകുന്നുമുണ്ട്. ഇത്രയും കഥയും കഥാപാത്രങ്ങളും നിറഞ്ഞ സിനിമ എഡിറ്റ് ചെയ്ത ഉജ്ജ്വൽ കുൽക്കർണിയെ സമ്മതിക്കണം. ലോജിക്കിനെ കുറിച്ച് മിണ്ടിപ്പോരുത് എന്നാണ് മറ്റൊരു കാര്യം. പരുത്തി തുണിയെടുത്ത് കഴുത്തിൽ വളയിട്ട് അവതരിപ്പിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളുടെ കഥയാണ്. പക്ഷേ അവർ പരസ്പരം പോരാടാൻ റഷ്യ മുതൽ അഫ്ഗാൻ വരെയുള്ള രാജ്യങ്ങളുടെ പോരാളികളും ആയുധങ്ങളുമാണ് കൊണ്ടുവരുന്നത്. കാൻസാർ നഗരത്തിൽ ഒരു നിമിഷം ലണ്ടൻ ബ്രിഡ്ജ് പോലും മിന്നിമറിഞ്ഞോ എന്ന് സംശയമുണ്ട്. പല കഥാപാത്രങ്ങളും വാക്കുകൾ തപ്പിപ്പോകുമ്പോൾ ഇംഗ്ലീഷ് എടുത്ത് വീശി കട്ടയ്ക്ക് പഞ്ച് ഡയലോഗ് വീശുന്നുമുണ്ട്. KGF മൈനിങ് പശ്ചാത്തലം ഇത്തവണയും പ്രശാന്ത് നീൽ വിട്ടിട്ടില്ല. സാധാരണ പ്രേക്ഷകർക്ക് ഇക്കഥ എങ്ങോട്ടാണ് പോകുന്നത്, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ എന്നൊക്കെ ആലോചിച്ച് ചിലപ്പോൾ തല പെരുക്കും. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ അരയും തലയും മുറുക്കി ഈ അവധിക്കാലത്തെ അടിച്ചുപൊളിച്ച് കാണാൻ പറ്റിയ ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ സലാർ ഗംഭീര തിയേറ്റർ അനുഭവമാണ്. റിബൽ സ്റ്റാർ പ്രഭാസിനെ ആദിപുരുഷൻ്റെ ക്ഷീണം സലാറിലൂടെ മാറും. ഒരു മുഴുനീള മാസ് ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും സലാറിന് ടിക്കറ്റ് എടുക്കാം.